നിയമവിരുദ്ധ മണ്ണ് ഖനനം അനുവദിക്കില്ലെന്ന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. തൃത്താലയിൽ നിയമവിരുദ്ധ മണ്ണ് ഖനനത്തിന് പിന്തുണയുകെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായും മന്ത്രി പറഞ്ഞു. തിരുമുറ്റക്കോട് പള്ളിപ്പാടത്ത് അപകടസാധ്യതയുയർത്തുന്ന മൺഖനന പ്രദേശം മന്ത്രി എം.പി. രാജേഷ് സന്ദർശിച്ചു. പള്ളിപ്പാടത്തെ കുന്നിൻ മുകളിൽ നിന്നും ഭീമൻ പാറ ജനവാസ മേഖലയിലേക്ക് ഒരാഴ്ച മുൻപ് ഉരുണ്ടു വീണിരുന്നു. താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ 10ഓളം കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അന്ന് രക്ഷപ്പെട്ടത്. അപകടമുണ്ടായ ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ഖനന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി പറഞ്ഞു. ജനപ്രതിനിധികളായ ആളുകൾ വരെ അനധികൃത മൺഖനനത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി എം.പി. രാജേഷ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഈ മണ്ണെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വലിയ പാറ, ഉരുളൻ പാറ താഴെ പതിച്ചതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പ്രദേശവാസികളിൽ ആരോ അയച്ചു തന്നിരുന്നു. ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനലിൽ വന്ന വീഡിയോ അയച്ചു തന്നിരുന്നു. അപ്പോഴാണ് ഈ ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടു ജിയോളജിസ്റ്റിന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർത്തിവെപ്പിക്കാൻ, അന്ന് തന്നെ അത് നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, ആരായിരുന്നാലും ശരി. പിന്നെ അതിന് കൂട്ടുനിൽക്കുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിലും ഒരു ജാഗ്രത ഉണ്ടാവണം. തൃത്താല മുൻ എം.എൽ.എ. വി.കെ. ചന്ദ്രൻ, തിരുമുറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി. സുഹറ, ടി.പി. മുഹമ്മദ്, ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.